ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്രൈഡേ എടുത്തിട്ടുള്ളതാണ്. ഈവനിങ് റുട്ടീനാണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ആമി രാവിലെ സ്കൂളിലൊക്കെ പോയേക്കുവാണ്. ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു റെസിപ്പിയും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. ശരിക്കും എൻ്റെ പേര് തുവയലെന്നാണ് പറയുന്നത്. പിരണ്ടൈ തുവയലെന്ന് പറയും തമിഴിൽ. നമ്മുടെ മലയാളത്തിൽ ഇതിനെ ചങ്ങലം പെരണ്ട എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേയും ഒരുപാട് തവണ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ പെരണ്ട എന്ന് പറയുന്ന സാധനം. ബോൺ സെറ്റർ എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന പേര്. അസ്ഥി സംഹാരി എന്നും സംസ്കൃതത്തിൽ ഇതിനെ പറയാറുണ്ട് കേട്ടോ. എല്ലൊക്കെ രണ്ടായിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റിയ ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണിത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് ചട്നി ആയിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ തമിഴിൽ ഇതിനെ തുവയിലെന്നാണ് പറയുന്നത്, നമ്മുടെ ചട്നിക്കാണ് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. കുറേ അധികം ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. ഹാർട്ടിൻ്റെ പ്രശ്നത്തിനും പീരീഡ്സ് റെഗുലർ ആണെങ്കിലും ഒരുപാട് ബ്ലീഡിംഗ് ഒക്കെ മെൻസ്ട്രൽ സമയത്തൊക്കെ ഉണ്ടാകുന്നെങ്കിലൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. ദഹനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലോ അതിനൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിപ്പോൾ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തു. പിന്നെ ഒരു ചെറിയൊരു തക്കാളിയും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ക്ലീൻ ചെയ്തിട്ടാണ് മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് മുന്നത്തെ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ പെരണ്ട ഇങ്ങനെ ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് മേടിച്ചോന്ന്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ മാർക്കറ്റിൽ ക്ലീൻ ചെയ്തിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇത് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് ശരിക്കും ഇത് അലർജി ഉണ്ട്. എനിക്കിത് കഴിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം നമ്മുടെ നാവിനൊക്കെ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും. എൻ്റെ ഹസ്ബൻഡിന് ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മെയിനായിട്ട് ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു പിടി ഉഴുന്നും വറ്റൽ മുളക് ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം മാറ്റി വെച്ചു. അതിനുശേഷം നല്ലെണ്ണ കുറച്ചും കൂടി ഒഴിച്ചിട്ട് സവോളയും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് തമിഴ്നാട് സ്റ്റൈലിലാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്കിത് കഴിക്കാം, 2 ദിവസം കഴിക്കാം. ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും കുറയുമെന്നാണ് പറയുന്നത്. അത്രയ്ക്കും ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ഈ പെരണ്ടയും കൂടി ഒന്ന് കഴുകി ഞാൻ വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഈ സവാള വെളുത്തുള്ളി ഇതിലേക്ക്. പിന്നെ അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റി എടുത്തിട്ട് ഇതിൻ്റെ കളറൊന്ന് ഗോൾഡൻ കളർ ആവുന്ന വരത്തേക്ക് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നാലാണ് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്കിന്നിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ലെമൺ സൈസ് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളി ചേർക്കുന്നതിൻ്റെ കാരണം തന്നെ പെരണ്ടയുടെ ഒരു കവർപ്പ് മാറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പുളിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളിത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളത് കൊണ്ടും ഇതൊരു ഔഷധ സസ്യം ആയതുകൊണ്ടും തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നമ്മളിത് കഴിക്കുമ്പോൾ ഒരു മരുന്നൊക്കെ കഴിച്ച ഒരു ഫീലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഇതുപോലെ ചട്നി ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. മാത്രമല്ല നാവിന് ചൊറിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് നാവിന് ചൊറിച്ചിലുണ്ടായി. പിന്നെ ഞാൻ കഴിച്ചില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡാണ് അത്രയും കഴിച്ചത്. 3-4 പ്രാവശ്യമായിട്ടാണ് കഴിച്ച് തീർത്തത്. ഇത് ശരിക്കും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉണ്ടാക്കിയത്. ഇപ്പോഴും അത് തീർന്നിട്ടില്ല. 3-4 തവണയായിട്ട് കഴിച്ചാണ് തീർത്തത്. നമുക്ക് ചോറിനൊപ്പം ചപ്പാത്തിക്കൊപ്പം ദോശ ഇഡ്ഡലി എന്തിനൊപ്പം വേണമെങ്കിലും കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ തുവയിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചട്നി എന്ന് പറയും. ബോൺ സെറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. പെരണ്ട എന്ന് പറയും. ഇതിൻ്റെ ലീഫും നമുക്കിതുപോലെ ചട്നിയായിട്ട് അരച്ചെടുക്കാം. ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചു. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്.
ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷൻ ടോക്കിലേക്ക് പോവാം. ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ലൈഫിലും എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണിത്. മറ്റുള്ളവരുടെ ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നത്. നിന്നെ ഒന്നിനും കൊള്ളില്ല, നിനക്ക് അതിനുള്ള യോഗ്യതയില്ല, നീ അവരുടെ അത്രയും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് നമ്മൾ പൊതുവേ കേൾക്കുന്നൊരു കാര്യമാണല്ലേ. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യം അതാണ്. മറ്റുള്ള അവരെ പോലെ ആയിട്ടില്ല, അല്ലെങ്കിൽ നിനക്ക് അത്രയും ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേനും ഒരു മനുഷ്യനും ഇത് കേട്ട് കഴിഞ്ഞാൽ സന്തോഷമല്ല ഉണ്ടാവുന്നത്. അത് ഒരാളിൻ്റെ ഹൃദയത്തെ വല്ലാതെ അങ്ങ് നോവിക്കും. പറയുന്ന ആൾ വിചാരിക്കുന്നത് അത് കേൾക്കുമ്പോൾ മറ്റേ ആളിന് ഫീൽ ആവില്ല, അല്ലെങ്കിൽ തമാശയാണെന്നായിരിക്കും തോന്നുന്നത്. ചില ആൾക്കാർ തമാശ രൂപേണ പറയും, ചിലർ സീരിയസ് ആയിട്ട് പറയും, പല രീതിയിലും പറയുന്നവരുണ്ടല്ലേ. അപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും എൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി നിശ്ചയിക്കേണ്ടത് മറ്റൊരാളാണോ? ഒരിക്കലുമല്ല. ഒരാളിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കാനുള്ള അല്ലെങ്കിൽ മറ്റൊരാളിനെ അളക്കാനുള്ള ഒരു അർഹതയും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവനവൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് അവനവൻ തന്നെയാണ്. കാരണം നമ്മുടെ പ്രവൃത്തിയിലാണ് നമ്മുടെ ക്വാളിറ്റി ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരിക്കലും നമ്മളാണെങ്കിൽ പോലും, ഞാൻ ഒരിക്കലും എൻ്റെ ആമിയെ പോലും ഞാൻ അങ്ങനെ കമ്പയർ ചെയ്ത് സംസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടേ ഇല്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പ്രായം മുതലേ നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. മറ്റുള്ള കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇത്രയും മാർക്ക് നിനക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ അവനെപ്പോലെ ആയില്ലല്ലോ, അവൻ്റെ അത്ര കഴിവില്ലല്ലോ എന്ന് പറയുന്നത്. ശരിക്കും ചെറിയ വയസ്സിലൊക്കെ അത് കേൾക്കുമ്പോൾ നമ്മളത് കളയുമെങ്കിലും പിന്നീട് വലുതായി കഴിയുമ്പോൾ അല്ലേ നമുക്ക് ഭയങ്കരമായിട്ടത് ഫീലാവും. പിന്നെ നമ്മൾ കുറച്ചും കൂടി മുതിർന്ന് കഴിയുമ്പോൾ ഇത് പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ നമുക്ക് പിന്നെ മുന്നോട്ട് ജീവിക്കാൻ പോലും തോന്നാത്തൊരവസ്ഥയിൽ നമ്മളെ എത്തിക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, വീട്ടമ്മമാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ എങ്ങനെ ഇരിക്കുമല്ലേ. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ക്വാളിറ്റി ഇല്ലാതെ ആരെയും ദൈവം സൃഷ്ടിക്കുന്നില്ല. പിന്നെ എന്ന് കരുതി എല്ലാവർക്കും എല്ലാ കഴിവുകളും പൂർണ്ണമായിട്ട് കൊടുത്തിട്ടും അല്ല ദൈവം സൃഷ്ടിക്കുന്നത്. എല്ലാ മനുഷ്യനും അവൻ്റേതായ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവരവരുടെ കുറവുകൾ നികത്തിക്കൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നു എന്നതിലാണ് കാര്യം. അപ്പോൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ ഇങ്ങനെ പുച്ഛിച്ച് കാണരുത്. അത് ഒട്ടും തന്നെ വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ വിവരമുള്ള ആളിന് ചേർന്ന പണിയല്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, നീ അവളെ പോലെ ആയില്ലല്ലോ, അല്ലെങ്കിൽ അവനെ പോലെ ആയില്ലല്ലോ, നിനക്ക് ഒരു ക്വാളിറ്റി ഇല്ല, നീ വീട്ടിൽ ചുമ്മാതല്ലേ ഇരിക്കുന്നത് എന്നൊക്കെ. ശരിക്കും അത് കേൾക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഹൃദയം അങ്ങ് നുറുങ്ങിപ്പോകുന്ന വേദനയാണ്. നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലേ. നമുക്ക് പെട്ടെന്നൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ സന്തോഷിച്ചിരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റ് വരാനായിട്ട് നമ്മളാരും അത്ഭുത സിദ്ധിയുള്ള മനുഷ്യരൊന്നും അല്ല. അങ്ങനെ എല്ലാം തികഞ്ഞവനായിട്ടുള്ളത് ദൈവം മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ദൈവം പോലും നമ്മളെ എന്തെങ്കിലും ഒരു കുറവുകളോട് കൂടി തന്നെയാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തെയും മറന്നു പോകും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നമ്മൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ നിങ്ങൾ ആരോടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളത് പറയാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒരുപാട് വീട്ടമ്മമാർ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്നവരുണ്ട്, പുറത്ത് പറയാതെ അല്ലെങ്കിൽ പുറം ലോകത്തെ അറിയിക്കാതെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം ഒതുക്കി പിടിച്ച് ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഹോം മേക്കേഴ്സാണുള്ളത്. കുറേ അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ഉണ്ട്. ഒരുപാട് പേര് എനിക്ക് ഈ അടുത്തിടെയായിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ അനുഭവമാണ് അല്ലെങ്കിൽ ആതിര പറയുന്ന ഓരോ കാര്യവും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതാണെന്ന് കേൾക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് തോന്നുന്നത്. കാരണം ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമാണ്, അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങളുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഈ ചാനലിൽ വരുന്ന കമൻസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഏറെ ഒരുപാട് വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാരും അമ്മമാരും ഒക്കെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞ് നമ്മളെ തള്ളിക്കളയുന്ന ആളുകളുടെ മുമ്പിൽ നമ്മൾ ജീവിച്ച് തന്നെ കാണിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാവോ, നമ്മുടെ എന്തിൻ്റെ പേരിലാണോ നമ്മളെ അവർ കൊള്ളില്ല എന്ന് പറഞ്ഞത് അതേ വായി കൊണ്ട് തന്നെ അല്ലെങ്കിൽ അതേ നാവ് കൊണ്ട് തന്നെ നമ്മളതിൽ ബെസ്റ്റാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ഒതുങ്ങി മാറി നിന്ന് കരയുകയല്ല വേണ്ടത്. നമ്മൾ കരയണം, വിഷമിക്കണം, എല്ലാം വേണം. പക്ഷേ അതിൽ നിന്ന് നിങ്ങളൊന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് നിങ്ങൾ
നിങ്ങളും ഈ ലോകത്ത് കഴിവുള്ളവരാണെന്ന് തെളിയിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അന്ന് നമ്മൾ തിരിച്ചവരോട് പ്രതികാരം ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ച് ചോദിക്കാനോ ഒന്നും പോകരുത്. കാരണം നമ്മൾ ആ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുമ്പോഴുണ്ടല്ലോ, അപ്പോൾ അവർക്കൊന്നും പറയാനായിട്ട് കാണില്ല. നമ്മൾ പ്രവൃത്തിയിലൂടെയാണ് എല്ലാം കാണിച്ചു കൊടുക്കേണ്ടത്. എല്ലാത്തിനും നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡ് ആമിയെ വൈകുന്നേരം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു റോഡിലേക്ക് ഇറക്കി ആമിക്ക് സൈക്കിൾ ചവിട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ആദ്യമായിട്ട് ഈ സൈക്കിൾ മേടിച്ച സമയത്ത് ചവിട്ടാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് സൈക്കിൾ ഓടിക്കണം എന്നുള്ളത് കുഞ്ഞുനാളിലെ. പക്ഷേ നമ്മുടെ വീട്ടിലെ സാഹചര്യത്തിൽ എനിക്ക് സ്വന്തമായിട്ടൊരു സൈക്കിളൊന്നും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ വെക്കേഷന് അമ്മയുടെ വീട്ടിൽ പോയി നിന്നപ്പോൾ ഒരിക്കൽ എൻ്റെ അമ്മയുടെ സഹോദരൻ, എൻ്റെ അമ്മയുടെ ഇളയ അനിയൻ, അതായത് എൻ്റെ അമ്മാവൻ ഇതുപോലെ എന്നെ ഒരേ ഒരു തവണ അമ്മാവനാണ് എന്നെ ആദ്യമായിട്ട് സൈക്കിൾ പഠിപ്പിച്ചത്. അപ്പോൾ സൈക്കിൾ ഓടിക്കാനായിട്ട് പഠിച്ചപ്പോഴത്തേനും ആദ്യമേ തന്നെ ഞാൻ വന്ന് സൈക്കിളിൽ നിന്ന് മറിഞ്ഞ് വീണായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീട് ഞാനങ്ങ് പേടിച്ചിട്ട് അതോടുകൂടി എൻ്റെ സൈക്കിൾ പഠിത്തം നിന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എൻ്റെ ഉള്ളിൽ ഇപ്പോഴും മാറാതെ കിടക്കുന്നൊരു വിഷമമാണ്. ഡ്രൈവിംഗ് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ എന്തായാലും എന്നെപ്പോലെ എൻ്റെ മകളാകരുതെന്ന് വിചാരിച്ചിട്ടാണ് അവളെ കൊച്ചിലെ തന്നെ ഇതൊക്കെ പഠിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും. പിന്നെ മാത്രമല്ല അവൾക്ക് ഇൻട്രസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് അവളെ 2 ദിവസം ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേനും അവൾ കറക്റ്റായിട്ടത് ഓടിക്കാനായിട്ട് പഠിച്ചു. അങ്ങനെ ഇപ്പോൾ റോഡിലൊക്കെ ഇറക്കി ഓടിക്കാറുണ്ട്. ഹസ്ബൻഡും കൂടി ഉള്ളപ്പോൾ മാത്രമാണ് അവൾ സൈക്കിള് കയറുള്ളൂ കേട്ടോ, അല്ലാതെ ഒറ്റയ്ക്കൊന്നും കയറില്ല. വീട്ടിനുള്ളിലാണ് 2 ദിവസം ഓടിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് നമ്മളിപ്പോൾ റോഡിലേക്ക് ഇറക്കിയത്. പിന്നെ അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴത്തേനും മേലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ടെറസിലേക്ക് വന്ന് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു, ചെടികളെയൊക്കെ ഒന്ന് നോക്കി. പിന്നെ ആമി അവളുടെ ചോക്ക് പീസൊക്കെ കൊണ്ടുവന്നിട്ട് ടെറസിലൊക്കെ കൊണ്ടുവന്ന് എഴുതുന്നുണ്ട്. എഴുതിയതിന് ശേഷം ഈ ഒരു ചെറിയൊരു ടവൽ യൂസ് ചെയ്തിട്ട് തുടച്ചൊക്കെ എടുത്തിട്ട് പിന്നീട് ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുന്നതാണ്. ഇതുപോലെ ആ ടവലൊക്കെ കഴുകിയിട്ടൊന്ന് വിരിക്കണം അമ്മയോട് എന്നോട് ക്ലിപ്പൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഇടുവാണ്. പിന്നെ ഞാൻ വീഡിയോയും കൂടി എടുക്കുന്നത് കൊണ്ട് ഭയങ്കര നാണക്കേടായിരുന്നു കേട്ടോ അവൾക്ക്. കുറച്ച് നേരം ഞാനും മാമിയും കൂടി ടെറസിൻ്റെ മേലെ ഇരുന്നിട്ടാണ് താഴേക്ക് പോയത്. പിന്നെ ടെറസിൻ്റെ മേലെ വരുമ്പോഴത്തേന് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഏത് സമയത്ത് ഇവിടെ വന്നാലും നല്ല രസമാണ്. രാവിലെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്, വൈകുന്നേരം വരുമ്പോൾ അതുപോലെയാണ്, ഉച്ചയ്ക്ക് വരുമ്പോഴും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു സ്ഥലമാണ്. എനിക്കിപ്പോൾ പലപ്പോഴും തോന്നാറുണ്ട്, ഞങ്ങൾ ചെന്നൈയിൽ സിറ്റിയിലല്ല താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൂടി ഞാനും ഹസ്ബൻഡും കൂടി പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങൾ ഏതോ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത്. പിന്നീട് താഴേക്ക് വന്നതിന് ശേഷം ഞാൻ വിളക്കൊക്കെ ഒന്ന് കൊളുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളക്കൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ടാണ് ടെറസിൻ്റെ മേലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ അടുത്ത് പൂക്കളൊന്നും ഇല്ല, പൂവൊക്കെ തീർന്നു പോയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ഫോട്ടോസിലൊന്നും പൂക്കളൊന്നും വെക്കാത്തത്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും എനിക്ക് വൈകുന്നേരങ്ങളിൽ വിളക്ക് വീട്ടിൽ വെക്കണം, ഇല്ലെങ്കിൽ എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ എന്ത് വിഷമവും നമ്മുടെ ദൈവത്തോട് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ വിളി കേൾക്കാതിരിക്കില്ല എന്ന് തന്നെയാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നത് മനുഷ്യരോട് നമ്മൾ ഷെയർ ചെയ്യുന്നേക്കാളും നമുക്ക് ഒരു റിലീഫ് കിട്ടുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ്. അതിപ്പോൾ ഏത് മതസ്ഥരാണെങ്കിലും എന്താണെങ്കിലും എനിക്കങ്ങനെ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ ഞാൻ കുറച്ച് സമയമെങ്കിലും കണ്ടെത്തും. നമ്മൾ എത്രയോ സമയം പാഴാക്കി കളയുന്നില്ലേ, അതുകൊണ്ട് കുറച്ച് സമയം രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ മാറ്റി വയ്ക്കാറുണ്ട്. അത് ആമിയെയും ഞാനത് ശീലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിനുള്ളിൽ കുറച്ച് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവാറുണ്ട്. എത്ര വിഷമം ഉണ്ടെങ്കിലും ഞാൻ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ എൻ്റെ വിഷമങ്ങളൊക്കെ മാറുകയും ചെയ്യും. അങ്ങനെ വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല വെളുത്ത അന്തരീക്ഷത്തിലാണ് മഴ പെയ്യുന്നത്. നാട്ടിൽ എൻ്റെ അമ്മയൊക്കെ പറയാറുണ്ട്, വെളുത്ത അന്തരീക്ഷത്തിൽ മഴ പെയ്താൽ പെട്ടെന്ന് തോരില്ല എന്ന്. അപ്പോൾ 6 മണിയായിട്ടും ഇരുട്ടിയിട്ടില്ല കേട്ടോ, നല്ല ക്ലൈമറ്റായിട്ട് കിടക്കുവാണ്. എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി, കാരണം ഈ മഴ കണ്ടപ്പോഴത്തേനും ഇല്ലേ. പിന്നെ ചെറിയൊരു മിന്നലും ഇടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും മഴയെന്ന് കേട്ടാൽ തന്നെ പേടിയാണ്, നാട്ടിലത്തെ സംഭവമൊക്കെ അറിഞ്ഞതിന് ശേഷം. മുന്നേക്കെ ആണെങ്കിലും മഴയൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുമായിരുന്നു.
മുന്നേ എനിക്ക് ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ മഴ വന്നാൽ ഞങ്ങളുടെ സ്ഥലത്തിന് പ്രശ്നം ഉണ്ടാവുമെന്ന്. അപ്പോൾ നല്ല മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുവാണെങ്കിൽ വീട്ടിനുള്ളിൽ താഴത്തെ അനിയൻ്റെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഇത്തവണ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പിന്നെ ഈ ഒരു ലേക്ക് നമ്മളുടെ തൊട്ടടുത്ത് ഉള്ളതുകൊണ്ട് തന്നെ കുറേ വെള്ളം അങ്ങോട്ട് ഒഴുകി പോകുന്നതാണ് ഒരു വിശ്വാസം. എന്തായാലും ഈ വർഷത്തെ മഴയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാനായിട്ട് പറ്റും. അങ്ങനെ മഴ വരുമ്പോഴത്തേനും ഞാൻ ഓടിപ്പോയിട്ട് വീഡിയോ എടുക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ ആസ്വദിക്കാനായിട്ട്. നമ്മുടെ ബാൽക്കണിയിലൊക്കെ മഴ പെയ്യുമ്പോഴത്തേനും ഇതുപോലെ വെള്ളം വീഴാറുണ്ട് കേട്ടോ. വേറെ നമ്മൾ പ്രത്യേകിച്ച് അത് ക്ലോസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾക്കും കൂടി കുറച്ച് നനവ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നീട് ആ വെള്ളം വീണാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വിചാരിച്ചിരിക്കാതെ പെയ്തൊരു മഴയായിരുന്നു. നല്ല ക്ലൈമറ്റിലിരുന്നതാണ്, നിങ്ങൾ കണ്ടില്ലേ. മേലെ പോയപ്പോഴൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, പെട്ടെന്നാണ് മഴ പെയ്തത് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ വന്നിട്ട് ആമിക്ക് ഹോംവർക്കൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോഴാണ് ഞാൻ ആമിയെ ഹോംവർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഇരുത്തുന്നത്. ഞാൻ തന്നെയാണ് അവളെ പഠിപ്പിക്കുന്നതൊക്കെ. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്, ആമിക്ക് അങ്ങനെ സ്പെഷ്യൽ ട്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ നിങ്ങളോട്, ഞാൻ അങ്ങനെ ആമിക്ക് മാർക്ക് കുറഞ്ഞെന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ മാർക്ക് ഇല്ലയെന്ന് വെച്ചിട്ട് ഇന്ന് വരെ ഞാനോ ഹസ്ബൻഡോ ഒന്നും ആമിയെ വഴക്ക് പറഞ്ഞിട്ടില്ല. കാരണം അവൾ കുഞ്ഞല്ലേ, അവൾ പഠിക്കട്ടെ. കുട്ടികൾ എല്ലാത്തിനും ഫസ്റ്റ് വാങ്ങണമെന്നും അല്ലെങ്കിൽ അവർ ബെസ്റ്റ് ആയിരിക്കണമെന്നും ഒന്നും ഞാൻ പറയില്ല. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ അതിൻ്റെ പേരിൽ വഴക്ക് കേട്ട ഒരാളാണ്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ ഏതൊരു കുട്ടിക്കും അവരുടേതായൊരു കഴിവുണ്ടായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ കിടന്ന് പഠിക്കുന്നതിൻ്റെ കാര്യത്തിലൊന്നും മക്കളെ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് വാശി കാണിക്കാനോ ഒന്നും പാടില്ല. അവർക്ക് അത് പഠിക്കേണ്ട സമയമാവുന്നു തോന്നുമ്പോഴത്തേനും അവർ തന്നെ സ്വയം പഠിച്ചു തുടങ്ങുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ആമിയെ അങ്ങനെ ഫോഴ്സ് ചെയ്ത് ഞങ്ങൾ പഠിപ്പിക്കാറില്ല. ഞാനും ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇന്ന് ആമിക്കൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു വീടിൻ്റെ പടം വരച്ച് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. ആമിക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു ആക്ടിവിറ്റി ആമി സ്വന്തമായിട്ട് വരയ്ക്കേണ്ട പിക്ചറായിരുന്നു കേട്ടോ. പക്ഷെ അവൾ എന്നോട് പറഞ്ഞത് അമ്മയാണ് വരച്ച് തരേണ്ടതെന്നാണ്. പിറ്റേ ദിവസം സ്കൂളിൽ കൊണ്ടുപോയപ്പോഴത്തേനാണ് മിസ്സ് പറയുന്നത് കുട്ടികളാണ് വരയ്ക്കേണ്ടതെന്ന്. പക്ഷെ എന്തായാലും മിസ്സിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തപ്പോഴത്തേനും എല്ലാവരും പറഞ്ഞു കേട്ടോ നന്നായിട്ടുണ്ടെന്ന്. ഞാനും ആദ്യമായിട്ടാണ് ചിത്രമൊക്കെ വരയ്ക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മളെക്കൊണ്ട് ഒന്നിനും കൊള്ളാത്തവരല്ല, നമ്മളെക്കൊണ്ടും കഴിവുകളുണ്ട് എന്നുള്ളതൊക്കെ. അങ്ങനെ എന്തായാലും എനിക്കിന്ന് എല്ലാം കൊണ്ടും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.